അടുത്ത തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടും. വേതന പരിഷ്കരണം ആവശ്യം സർക്കാർ തള്ളിയതോടെ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണത്. സംസ്ഥാനത്തെ 14,428 റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്നതോടെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും. അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചതോടെയാണ് റേഷൻ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ ചർച്ച നടത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ മന്ത്രിയുടെ ചേംബറിലായിരുന്നു ചർച്ച. എന്നാൽ ചർച്ച ഫലം കണ്ടില്ല. വേതന പരിഷ്കരണം എന്ന ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെ ചർച്ച അലസിപ്പിരിക്കുകയായിരുന്നു. വേതന പാക്കേജ് പരിഷ്കരണം, ക്ഷേമോദി പെൻഷൻ വർധന, KTPD ആക്ട് ഭേദഗതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത്. ക്ഷേമോദി പെൻഷൻ 1,500 രൂപയിൽ നിന്ന് 2,000 രൂപയ്ക്ക് വർദ്ധിപ്പിക്കാൻ മന്ത്രിതല ചർച്ചയിൽ ധാരണയായി. ഇതിനായി ക്ഷേമോദി ആക്ടിൽ ഭേദഗതി വരുത്തും. റേഷൻ കടകളുടെ ഉടമകൾ ഒഴിയുമ്പോൾ സെയിൽസ്മാൻമാർക്ക് കടയുടെ ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന ഭേദഗതി KTPD ആക്ടിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടു. എന്നാൽ 8 കൊല്ലം മുമ്പ് നിശ്ചയിച്ച 18,000 രൂപ പരമാവധി വേതനം പരിഷ്കരിക്കണമെന്ന ആവശ്യത്തിൽ തട്ടിയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ വേതന പരിഷ്കരണം ആലോചിക്കാനാവില്ലെന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ നിലപാട്. ഇതോടെ അനിശ്ചിതകാല പണിമുടക്കിൽ ഉറച്ചു നിൽക്കാൻ സമരസമിതി തീരുമാനിച്ചു. ഞങ്ങൾ 27-ാം തീയതി നേരത്തെ പ്രഖ്യാപിച്ച സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ്. ആ തീരുമാനം ഇന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് എടുത്തിട്ടുണ്ട്. അനിശ്ചിതകാല കടയടപ്പ് സമരമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോവുകയാണ്. പരമാവധി വേതനം 18,000 രൂപയാണെങ്കിലും എല്ലാ വ്യാപാരികൾക്കും അത് ലഭിക്കുന്നില്ല എന്നാണ് പരാതി. 18,000 രൂപ ലഭിക്കുന്നതിന് 2 നിബന്ധനകളുണ്ട്. കുറഞ്ഞത് 45 ക്വിൻ്റൽ ഭക്ഷ്യധാന്യം വിൽക്കണം. അലോട്ട് ചെയ്തിരിക്കുന്ന അരിയുടെ 70% വിൽക്കണം. ഇവയാണ് നിബന്ധനകൾ. ഇത് മാറ്റാൻ പോലും സർക്കാർ തയ്യാറാകാത്തതാണ് സമരം തുടരാൻ കാരണമെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ശതമാനക്കണക്ക് പോർട്ടബിലിറ്റി നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ റേഷൻ കാർഡ് ഉടമയ്ക്ക് കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും പോയി റേഷൻ വാങ്ങാം. അതുകൊണ്ട് കാർഡ് പതിച്ചിരിക്കുന്ന കടയിലേക്ക് വരണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്താ? 45 ക്വിൻ്റൽ വിൽക്കണമെന്നുള്ള പരിധി നിശ്ചയിച്ചപ്പോൾ 45 ക്വിൻ്റൽ വിൽക്കുന്ന കടകൾ കുറവാണ്. 600 കാർഡ് വരെയുള്ള കടകളിൽ പോലും 45 ക്വിൻ്റൽ വിൽക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ ഈ 18,000 രൂപയിൽ താഴോട്ട് പോവുകയാണ്. പിന്നെ ഒരു നിബന്ധന വെച്ചിരിക്കുന്ന 70% വിൽപ്പന വേണം. ഒരു കടയിലും 70% വിൽപ്പനയില്ല. അതാണ് പരമാർത്ഥം. റേഷൻ വ്യാപാര മേഖലയിലെ 4 സംഘടനകളടങ്ങുന്ന സംയുക്ത സമരസമിതിയാണ് ഈ മാസം 27 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംയുക്ത സമരസമിതിയുടെ ഭാഗമല്ലെങ്കിലും ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ പാർട്ടിയായ CPIയുടെ സംഘടനയും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CPI സംഘടനയായ കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷനാണ് അനിശ്ചിതകാല സമരത്തിൻ്റെ ഭാഗമാകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. പൊതുജനം കഴുതയല്ല സാർ. തിങ്കളാഴ്ച മുതൽ നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന റേഷൻ കടക്കാരുടെ സമരം തുടങ്ങാൻ പോകുന്നു. റേഷൻ വ്യാപാര മേഖലയിലുള്ള എല്ലാ സംഘടനകളും ഈ സംയുക്ത സമരസമിതിയുടെ കീഴിൽ സമരത്തിന് അണിനിരക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ വേതന പാക്കേജിൽ മാറ്റം വരുത്തണമെന്നതാണ്. പക്ഷേ നിലവിലെ സാമ്പത്തിക സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് അതിന് വഴങ്ങാൻ കഴിയില്ല എന്നൊരു നിലപാട് ഭക്ഷ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു ഈ യോഗത്തിൽ. അതിന് തുടർന്നാണ് ഈ യോഗം അലസിപ്പിരിഞ്ഞത്. പക്ഷേ ക്ഷേമനിധിയിൽ വർധനവ് ഉണ്ടാക്കണം. അത് 1,500 എന്നത് 2,000 ആക്കി ഉയർത്താനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ചയാണ് മുതലാണ് റേഷൻ കടകൾ അടച്ചിടാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിന് മുൻപ് പ്രശ്ന പരിഹാരത്തിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം റേഷൻ കടകൾ അടച്ചിടുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നമായി അത് മാറും. അത് കുറെ കൂടി സങ്കീർണമാകുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് ഒരു പരിഹാരം കാണുക എന്നത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി. കാരണം ഇടതുപക്ഷ സംഘടനകളടക്കം ഈ സമരത്തിനോട് ഒരുപക്ഷെ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് സർക്കാർ മുന്നിൽ കാണുന്നു.